സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ യാത്രയുടെ ഉദ്ദേശം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു കരാർ ഒപ്പിടുക എന്നുള്ളതാണ്. വാഷിംഗ്ടണിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം യുദ്ധം കഴിഞ്ഞു, ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് തീർന്നെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം വിമാനത്തിൽ കയറി ആദ്യം ഇസ്രായേലിൽ വന്നിറങ്ങും. ഇസ്രായേലിൽ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത ശേഷം അദ്ദേഹം ഈജിപ്തിലേക്ക് പോകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് സമാധാനത്തിന്റെ നോബൽ പ്രൈസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി അദ്ദേഹത്തിന് നൽകുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇസ്രായേൽ അദ്ദേഹം ചെല്ലുന്നു. ഇസ്രായേൽ പാർലമെന്റിനെ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നു. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ദികളുടെ പാരന്റ്സിനെ കാണുന്നു. ഇങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് അദ്ദേഹത്തിന് ഇസ്രായേലിലുള്ളത്. ഇസ്രായേൽ അദ്ദേഹത്തിന് വളരെ സന്തോഷകരമായ ഒരു സ്വാഗതം അരുളുവാൻ ഇസ്രായേൽ ഗവൺമെന്റ് വളരെ തത്രപ്പെട്ട പാടുപെട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇന്ന് 12 മണിക്ക് മുമ്പായി, ഇസ്രായേൽ സമയം 12 മണിക്ക് മുമ്പായി, അതായത് നമ്മുടെ നാട്ടിലെ സമയം ഏകദേശം ഉച്ചയ്ക്ക് 2:30 മുൻപായി 20 ജീവനുള്ള ബന്ദികളെ ഹമാസ് കൈമാറണം എന്നുള്ളതാണ് ഈ കരാറിലെ ഏറ്റവും മുഖ്യമായ വ്യവസ്ഥ. ഈ വ്യവസ്ഥയുടെ ഒരു മുൻകൂർ എന്ന നിലയിൽ ഇസ്രായേലിന്റെ സേന ഇപ്പോൾ ഗാസ സിറ്റിയിൽ യുദ്ധം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ സേന യെല്ലോ ലൈൻ എന്ന് പറയുന്ന ഒരു മാർക്ക്ഡ് ലൈനിലേക്ക് പിൻവാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക്, അത് 72 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം തീരുന്നത് ഇസ്രായേൽ സമയം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ആ സമയത്തിനുള്ളിൽ 20 ജീവനുള്ള ബന്ദികളെ അവർ കൈമാറിയിരിക്കണം. എത്രയും വേഗം മരണപ്പെട്ടു പോയ ബാക്കി 26 മുതൽ 28 വരെയുള്ള ആളുകളെ, 26 28 ഡിസ്പ്യൂട്ട് വരുന്നുണ്ട്, എന്തായാലും അത്രയും ആളുകളെ കൂടി അവർ കൈമാറേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ബന്ദി കൈമാറ്റം എന്ന് പറയുന്ന വലിയ ആഹ്ലാദകരമായ ഒരു അവസ്ഥയിലാണ് വാസ്തവത്തിൽ ഇസ്രായേൽ എന്നുള്ളത്. അങ്ങേയറ്റം ആഹ്ലാദകരമായ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ആ ആഹ്ലാദത്തിന്റെ ഒരു പങ്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ട്രംപിന്റെ യാത്രയുടെ ഉദ്ദേശം. കൂടാതെ ഈ സമാധാനം ഉടമ്പടിയിൽ എത്തിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുക്കുന്നതിനായും അദ്ദേഹം വരുന്നു. നിശ്ചയമായും ട്രംപിന് ഇതിനകത്തൊരു വലിയ റോളുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ സമാധാനക്കാരൻ ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനമായിട്ടും കാരണക്കാരനായി തീർന്നത് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇനി ഈജിപ്തിൽ ഇന്ന് ലോകരാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു സമാധാന കരാർ ട്രംപ് ഒപ്പുവയ്ക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ലോകരാജ്യങ്ങൾ എന്ന് പറയുമ്പോഴും 20 ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമാണ് അതിനകത്ത് ഒപ്പിടാൻ എത്തുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിനകത്ത് ഒപ്പിടുന്നവരിൽ ചില പ്രധാനപ്പെട്ട ചില ഒപ്പുകളില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇസ്രായേലിൽ നിന്ന് ആരും ഇതിനകത്ത് പങ്കെടുത്ത് ഒപ്പിടുന്നില്ല. 2, ഹമാസിനോട് ഒപ്പിടാൻ കാര്യമില്ല. കാരണം ഹമാസ് അഡ്രസ്സുള്ള ടീമല്ല, അവർക്ക് അതിനകത്ത് ഒപ്പിടാൻ പറ്റത്തില്ല. അവരെ പ്രതിനിധീകരിച്ച് ഏതെങ്കിലും ഒരു രാജ്യം അവർക്ക് ജാമ്യം നിന്നുകൊണ്ട് ഒപ്പിടണം. അത്തരത്തിൽ ആരെങ്കിലും ഒപ്പിടുന്നുണ്ടോ എന്നും അറിയാൻ പാടില്ല. ഇതൊരു സമാധാന കരാറാണ്, പീസ് ട്രീറ്റിയാണ്. അതുകൊണ്ട് തന്നെ കക്ഷികളില്ലാതെ തന്നെ ഇന്റർമീഡിയറ്റ്സിന് മാത്രം വേണമെങ്കിൽ ഇതിനകത്ത് സൈൻ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതിൽ ഹമാസിന്റെ അപ്പനായിട്ടുള്ള ഇറാനോട് അവിടെ സൈൻ ചെയ്യാൻ വേണ്ടി ഈജിപ്ത് പ്രസിഡന്റ് അവരെ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചിരുന്നു ഈ കരാറിൽ ഒപ്പിടാൻ വേണ്ടി. പക്ഷെ ഇറാൻ നിഷേധിച്ചു, അവർ വരികയില്ല. കാരണം അവരെ ആക്രമിച്ച അമേരിക്കയുടെ പ്രസിഡന്റ് അവിടെ വരുന്നത് കൊണ്ട് അയാളുടെ മുഖത്ത് നോക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തങ്ങൾ വരുന്നില്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്ന് പറയാൻ ഇൻ ഇഫക്റ്റിൽ ഈ സമാധാന കരാറിൽ റൈവൽറി ആയിട്ടുള്ള പാർട്ടികൾ ഒപ്പിടുന്നില്ല. ഹമാസ് എന്ന് പറഞ്ഞാൽ ഇറാൻ തന്നെയാണ്. അപ്പം ഇറാൻ ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞാൽ ഹമാസ് ഒപ്പിടുന്നില്ല എന്നാണ് അർത്ഥം. ഇസ്രായേലിന് വേണ്ടി അമേരിക്കയാണ് ഒപ്പിടുന്നത്. ഇസ്രായേൽ ഒപ്പിടുന്നില്ല എന്ന് പറയുമ്പം ഇസ്രായേലും ഇറാനും ഒപ്പിടുന്നില്ല എന്നാണ് ഈ സമാധാന കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളതും ശ്രദ്ധേയമായ സംഗതിയാണ്. കാരണം ഇതിനകത്തെ പ്രൈമറി ആയിട്ടുള്ള പാർട്ടികൾ എന്ന് പറയുന്നത് ഇറാനും ഇസ്രായേലുമാണ്, അല്ലെങ്കിൽ ഇറാന്റെ കയ്യാളായിട്ടുള്ള ഹമാസും ഇസ്രായേലുമാണ്. ഇനി ഈ കരാറിലെ അവ്യക്തതകൾ അതുപോലെ തന്നെ തുടരുന്നുണ്ട്. ഇസ്രായേലിന്റെ സേനാ പിന്മാറ്റം യെല്ലോ ലൈനിൽ നിൽക്കുകയാണ്. യെല്ലോ ലൈനിൽ നിന്ന് ബാക്കി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തീരുമാനം വന്നിട്ടില്ല. 2, ഹമാസ് ആയുധം താഴെ വയ്ക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അത് നടന്നിട്ടില്ല. ഇനി ഭാവി ഇവിടുത്തെ ഭരണം ഏതു തരത്തിലായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൽ ഹമാസിന് യാതൊരു പങ്കും ഉണ്ടാവുകയില്ല എന്നുള്ളത് കരാറിന്റെ ഭാഗമാണ്. അത് ഹമാസ് സമ്മതിച്ചിട്ടില്ല. ഭാവി ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണ് അവിടെ വരുന്നതെന്ന് പറയുന്നുണ്ട്. ടോണി ബ്ലെയറിനെ അവിടെ കൊണ്ടുവരുന്നതിൽ അറബ് രാജ്യങ്ങൾക്ക് അസംതൃപ്തിയുണ്ട്, ഹമാസിന് തീരെ താല്പര്യമില്ല. ഇങ്ങനത്തെ പല വിഷയങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ല. അപ്പൊ ഈ ബന്ദിമോചനം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന കരാറിലെ ഒരു പോയിന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഈ ബന്ദിമോചനം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പൊ അതിനിടയിലൂടെ
ഗാസയിൽ നിന്ന് ഇസ്രായേലിന്റെ സേന ഗാസ സിറ്റിയിൽ നിന്ന് ഇസ്രായേലിന്റെ സേന പിൻവാങ്ങിയതോടെ അവിടേക്ക് ജനപ്രവാഹമാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 5 ലക്ഷം ആളുകൾ തിരിച്ചെത്തി എന്നാണ് കണക്ക്. ആളുകൾ തങ്ങളുടെ വീടുകളിൽ നിന്ന് സ്ഥലങ്ങളൊക്കെ അരിച്ചുപെറുക്കുകയാണ്. വീടുകളൊക്കെ ഏതാണ്ട് തകർക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ അരിച്ചുപെറുക്കി നടക്കുന്നുണ്ട് ആളുകൾ. അതിനകത്ത് ഹമാസ് വളരെ വേഗം ആ ഭാഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായി അവര് ഈ ഏരിയകളിലെ 5 ഡിസ്ട്രിക്റ്റുകളായി തിരിച്ചുള്ള ഏരിയകളിലെ 5 ഗവർണർമാരെ അവരെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. കൂടാതെ അവരുടെ 7000 സായുധ ഭടന്മാരെ ഈ പ്രദേശങ്ങൾ അണിനിരന്നും കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ BBC റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇന്നലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നടന്നെത്താൻ കഴിയുന്ന ദൂരങ്ങളാണ്. അപ്പൊ ഈ ഇസ്രായേൽ വെടിനിർത്തി എന്ന് പറയുന്ന ഒരു മൊമെന്റിൽ തന്നെ ഗാസയിലേക്ക് ആളുകൾ ഒഴുകുകയായിരുന്നു. 5 ലക്ഷം ആളുകൾ എത്തി എന്നൊക്കെ പറയുമ്പോൾ ആ ഒഴുക്കിന്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാം. അതോടുകൂടി തന്നെ ഹമാസിന്റെ ഒളിവിലിരുന്ന മാളത്തിലിരുന്നവന്മാരൊക്കെ പുറത്തിയാടി അവന്മാർ ആ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി 7000 ഭടന്മാരെ അണിനിരത്തുകയും ഹമാസിന്റെ വക 5 ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നിയന്ത്രണം എത്രയും വേഗം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഹമാസിന്റെ ശ്രമം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇനിയാണ് ഈ ഭരണ കൈമാറ്റം ഇങ്ങനത്തെ ഉള്ള വലിയ കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നത്. നെതന്യാഹു അതിനിടയിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നമ്മൾ പൊരുതി, നമ്മൾ ജയിച്ചു, പക്ഷേ യുദ്ധം കഴിഞ്ഞിട്ടില്ല. നമ്മൾ പൊരുതി, നമ്മൾ ജയിച്ചു, പക്ഷേ യുദ്ധം കഴിഞ്ഞിട്ടില്ല. അപ്പോഴതും വളരെ വ്യക്തമാണ്. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 2-3 കാര്യങ്ങളുണ്ട്. ഇന്നലെയും നെതന്യാഹു പറഞ്ഞു, ഹമാസിന്റെ ഒരു തുരങ്കം പോലും ഗസയിൽ അവശേഷിക്കാൻ അനുവദിക്കുകയില്ല. അത് ഇനി അവിടെ നിയന്ത്രണം ഏറ്റെടുക്കും എന്ന് പറയുന്ന അന്താരാഷ്ട്ര സേനയ്ക്ക് അറബ് ഫോഴ്സുകളാണ് പ്രധാനമായിട്ടുണ്ടാവുക. അതിൽ അമേരിക്കൻ ഫോഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. 200 അമേരിക്കൻ പട്ടാളക്കാരെ മിനിഞ്ഞാന്ന് തന്നെ ഗസയിൽ എത്തിയിട്ടുണ്ട്. അത് ഭക്ഷണ വിതരണവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനാണ് എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയുടെ ഭടന്മാരെ നേരിട്ട് ഇൻവോൾവ് ചെയ്യിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അമേരിക്ക ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. ആദ്യം ട്രംപ് പറഞ്ഞത് അമേരിക്കൻ ഭടന്മാർ അവിടെ ഉണ്ടാവുമെന്നാണ്. ഇനി ആരാണോ ഇതിന് നേതൃത്വം നൽകുന്നത്, ആര് നേതൃത്വം നൽകിയാലും ഏത് ഭടന്മാർ വന്നാലും ശരി, ഈ ഒരു തുരങ്കം പോലും അവിടെ അവശേഷിക്കാൻ അനുവദിക്കുകയില്ല. നിങ്ങൾ തകർത്തില്ലെങ്കിൽ, അന്താരാഷ്ട്ര സേന തകർത്തില്ലെങ്കിൽ അത് ഞങ്ങൾ തകർക്കും എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2, ഹമാസിന്റെ ഭടന്മാരുടെ കയ്യിൽ ഒരു ആയുധം പോലും ഉണ്ടാവാൻ അനുവദിക്കുകയില്ല എന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ അന്താരാഷ്ട്ര സേനയ്ക്ക് സമാധാനപരമായി അവരെ കൊണ്ട് ആയുധം താഴെ വെപ്പിക്കാം, ഇല്ലെങ്കിൽ അത് പിടിച്ചു പറിച്ചോളാം, ആ പണി ഞങ്ങൾ ചെയ്തോളാം, നിങ്ങളത് ചെയ്യേണ്ട. അവരെടുത്ത് പിടിച്ചെടുക്കുന്ന ഒരു പണിയുണ്ട്, ആ പണി ഞങ്ങൾ ചെയ്തോളാം, അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഹമാസ് കാരണം ചൂട്ടിട്ട് അതിങ്ങോട്ട് വാങ്ങിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞു, അപ്പൊ നെറ്റ് ഇഫക്റ്റില് ഇത് ട്രംപ് വാഷിംഗ്ടണിൽ നിന്ന് യുദ്ധം കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചാലും നെതന്യാഹു ഇവിടെ പറഞ്ഞ് യുദ്ധം കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഹമാസ് അതിന്റെ പ്രവൃത്തികളിലൂടെ തെളിയിക്കുന്നത് യുദ്ധം കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ബന്ദികളെ കൈമാറുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റ് കഴിയട്ടെ, അതുവരെ എല്ലാവരും കാത്തിരിക്കുകയാണ്. സമാധാനം നീളട്ടെ എന്ന് എല്ലാവരോടും ഒപ്പം നമുക്കും ആശിക്കാം.